തിരുവനന്തപുരം നെടുമങ്ങാടിന് സമീപം മാനാട് വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 14 പവൻ സ്വർണവും 12,000 രൂപയും മോഷണം പോയി. മോഷണത്തിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണവും കഴിച്ച ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടത്. നെടുമങ്ങാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആനാട് സ്വദേശി റീജ സുലൈമാന്റെ വീട്ടിൽ നിന്നാണ് പണവും സ്വർണവും മോഷണം പോയത്. പാലോട് വെറ്ററിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥയാണ് റീജ സുലൈമാൻ. വെള്ളിയാഴ്ച രാവിലെ ഓഫീസിൽ പോയ റീജ ഇന്ന് രാവിലെ 10 മണിക്കാണ് വീട്ടിൽ തിരികെ എത്തിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം റീജയുടെ മകന്റെ ട്യൂഷൻ സെന്ററിൽ നിന്ന് ടൂറ് പോയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അവർ തിരികെ എത്തിയത്. അതിനാൽ റീജ ബന്ധുവീട്ടിലായിരുന്നു ഈ ദിവസങ്ങളിൽ താമസം. ഇന്ന് രാവിലെയാണ് ഇവർ തിരികെ വീട്ടിലെത്തിയത്. വീടിന്റെ ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച നിലയിലായിരുന്നു. മുൻവശത്തെ വാതിലിന്റെ പൂട്ടും തകർത്തിരുന്നു. ഉടൻ തന്നെ നെടുമങ്ങാട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വീട് പരിശോധിച്ചപ്പോഴാണ് ബെഡ്റൂമിലെ അലമാരയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 14 പവൻ സ്വർണവും 12,000 രൂപയും മോഷണം പോയ വിവരം അറിയുന്നത്. ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഭക്ഷണവും മോഷ്ടിച്ചു. ചെറിയൊരു പെട്ടിയിൽ വെച്ചിരുന്ന സ്വർണം 5 പവന്റെ ഒരു മാലയും 3 പവന്റെ ഒരു മാലയും 2 പവന്റെ ഒരു വളയും 1 വളയും 4 ഗ്രാമിന്റെ 2 തൂക്കും 3 ഗ്രാമിന്റെ 1 ജിമിക്കമ്മലും. 100 മീറ്റർ മാത്രം അകലെയുള്ള ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് 6,000 രൂപ കഴിഞ്ഞ ദിവസം മോഷണം പോയിരുന്നു. ഇത് രണ്ടും ചെയ്തത് ഒരേ സംഘമാണെന്നാണ് പോലീസിന്റെ സംശയം. സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി ഫിംഗർ പ്രിന്റ് ശേഖരിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.